ഇറാനോടുള്ള വിരോധം UAE ഒപെക് കൂട്ടായ്മയിൽ നിന്ന് രാജിവെച്ചു. ഇനി ഈ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുകയില്ല എന്നുള്ളതാണ് UAEയുടെ നിലപാട്. ഇതോടെ മേഖല പ്രതിസന്ധിയിലാകുമോ എന്ന ഭയപ്പാടിനാൽ സൗദി അറേബ്യ അടിയന്തരമായിരിക്കുന്ന ഉച്ചകോടി വിളിച്ചു ചേർത്തു. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലനിൽക്കുന്ന യുദ്ധസമാന സാഹചര്യങ്ങൾ, അത് പ്രശ്നം പരിഹരിക്കാതിരിക്കുന്ന സമയത്ത് എത്രത്തോളം പ്രയാസമാണ് ഭാവിയിൽ മിഡിൽ ഈസ്റ്റിന് ഉണ്ടാവുക എന്ന വിഷയമാണ്. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ചില ഫോർമുലകളോ നിർദ്ദേശങ്ങളോ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട് എന്ന അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് UAE വളരെ പെട്ടെന്ന് തന്നെ ഈ ഒപെക് എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന്, അതൊരു പെട്രോളിയം കൂട്ടായ്മയാണ്, അതിൽ നിന്ന് രാജിവെക്കാനുള്ള കാര്യം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. 1967 സ്ഥാപക രാജ്യമായിട്ട് പ്രവർത്തിച്ചതാണ് UAE. മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏതെല്ലാം തരത്തിൽ വിതരണം ചെയ്യണം, ആഗോള വിപണി എങ്ങനെ നിയന്ത്രിക്കണം, ആഗോള വിപണിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് പെട്രോളിയത്തിൻ്റെ നിർമ്മിതി എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്, ഉൽപ്പാദനം കുറയ്ക്കുക, കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ഡിമാൻഡ് അതിനനുസരിച്ച് നിർമ്മാണം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശ കാര്യങ്ങൾ അങ്ങനെയാണ്. 5 പതിറ്റാണ്ടിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഈ ഒരു സംവിധാനം UAE ചെയ്യുന്നത്. മെയ് 1 ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. വിഷയത്തോടനുബന്ധിച്ച് ഗൗരവമായി പ്രതികരിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ ഉച്ചകോടി വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഗൾഫ് രാജ്യങ്ങളുടെ നിർണായകരമായിരിക്കുന്ന ഉച്ചകോടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. യോജിച്ച തീരുമാനം അസാധാരണമായിരിക്കുന്ന ഒരു വിളിച്ചു ചേർക്കലാണ് ഇപ്പം എന്ന് റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിൽ മുഴുവൻ ഭരണാധികാരികളും നേരിട്ടെത്തി എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അതിന് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തുന്നു. UAE, ഖത്തർ, സൗദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ സംയുക്തമായിരിക്കുന്ന ഏകോപന സംവിധാനമാണ് ഒപെക് എന്ന് പറയുന്നത്. അത് ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഇത്രയും പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു യൂണിറ്റ് ഉണ്ടാകുന്നത്, യൂണിറ്റ് നിയന്ത്രിക്കപ്പെടുന്നത്, ലോക വിപണി നിയന്ത്രിക്കപ്പെടുന്നത് ഇവർ മാത്രമാണ് എന്നൊരു പ്രത്യേകത ഉണ്ട്. ഇറാൻ്റെ നിലപാട് എല്ലാ കാലത്തും വിമർശനത്തിന് വിധേയമാക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് തൽക്കാലം ഭീഷണി ഒഴിയുകയില്ല ഇറാൻ നിലനിൽക്കുന്നിടത്തോളം കാലം എന്നുള്ളതാണ് UAEയുടെ നിലപാട്. UAEയുടെയും ഇറാൻ്റെയും അതിർത്തി ഭാഗങ്ങളിലുള്ള ലെസ്തർ തുമ്പ് ദ്വീപ്, ഗ്രേറ്റർ തുമ്പ് ദ്വീപ്, ഈ 2 ദ്വീപുകളുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഇറാനും UAEയും തമ്മിൽ വലിയ സംഘർഷാവസ്ഥയും വിഷയങ്ങളൊക്കെ ഉണ്ട്. യുദ്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശങ്ങൾ പറയുന്നുണ്ട്. അത് അവകാശങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇറാനുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഏകദേശം 10-15 വർഷത്തോളം UAEയും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയും. അത് ഈ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൻ്റെ ആധികാരിക ഗവൺമെൻറ് സംവിധാനത്തെ സഹായിക്കാൻ വേണ്ടി അവിടുത്തെ വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തികളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് UAEയുടെയും സൗദി അറേബ്യയുടെയും സൈന്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഹൂത്തികളുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടത്. അമേരിക്കയോടാണ് യഥാർത്ഥത്തിൽ സഹായം തേടിയിരുന്നത് അന്ന് യമൻ ഈ സഹായം തേടിയത് അമേരിക്കയോടാണ്. അതായത് അമേരിക്കയുടെ സൈനികരെ ഇറക്കിക്കൊണ്ട് ഹൂത്തി വിമതരെ ഇല്ലാതാക്കുക, തലസ്ഥാനമായിരിക്കുന്ന സെന അടക്കമുള്ള പ്രദേശങ്ങൾ അവർ കൈയടക്കിയത് തിരിച്ചു വാങ്ങിക്കൊടുക്കുക, അങ്ങനെയുള്ള വിഷയമായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്കയോട് പറഞ്ഞിരുന്നത് ഈ യമൻ എന്ന് പറയുന്ന രാജ്യം. പക്ഷേ അവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് അമേരിക്ക സൈനികരായിട്ട് അവിടെ ഇറങ്ങുന്ന സമയത്ത് അത് മേഖലയിൽ മറ്റൊരു തലത്തിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും അമേരിക്ക ഇറങ്ങി എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അവർ പതുക്കെ മാറുകയും മറ്റൊരു മാർഗം അല്ലെങ്കിൽ മറ്റൊരു വഴി പറഞ്ഞു കൊടുത്താണ് നിങ്ങൾ അറേബ്യൻ രാജ്യങ്ങളുടെ പിന്തുണ തേടുക, ഞങ്ങൾ ആ രീതിയിൽ സഹായിക്കുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് ഏതായാലും ഇവിടെ എത്തിയത് എന്നതാണ് ഏറെക്കുറെ ചില മീഡിയകളൊക്കെ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ചയാവുമ്പോൾ അതിൻ്റെ ഒരു ആധികാരികത പലപ്പോഴും സ്ഥിരീകരിക്കപ്പെടാറില്ല. പിന്നീട് യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഒരിക്കലും പുറത്തു വരാറില്ല. അതിൻ്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യം കുറഞ്ഞത് മാത്രമേ പുറത്തു വരൂ.
ഏതായിരുന്നാലും 10-15 വർഷത്തോളം യുദ്ധം ചെയ്തിട്ടുണ്ട്, വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യു എക്കാണ് കനത്ത നഷ്ടം ഉണ്ടായത്. ഒരു ദിവസം തന്നെ 8 പേരെങ്ങാനും കൊല്ലപ്പെട്ട രീതിയിലുള്ള, അതായത് യു എയുടെ സൈനികർ കൊല്ലപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ചില റിപ്പോർട്ടിനകത്ത് അതിൻ്റെക്കാട് കൂടുതൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഇപ്പോൾ യു എ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ഈ മേഖലയിലുള്ള സംഘർഷാവസ്ഥ ഈ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും നിലനിൽക്കുന്നിടത്തോളം കാലം കുറയില്ല. അതാണെങ്കിൽ കുറക്കാനോട്ട് പറ്റിയില്ല. ഇപ്പോൾ അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ യു എയിൽ സ്ഥാപിച്ച വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അത് ഇസ്രായേലിൻ്റെതാണ്. ഇസ്രായേൽ തന്നെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഇസ്രായേലുമായിട്ട് ഒരു വലിയ ബന്ധമുള്ള ഒരു രാജ്യമായിട്ട് പോലും യു എ വിലയിരുത്തുന്നുണ്ട്, അത് യാഥാർത്ഥ്യമാണെങ്കിൽ. അപ്പോൾ അവരുടെയൊക്കെ നിർദ്ദേശം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ വന്നത് എന്നൊരു സംശയം ഇവിടെ ജനിപ്പിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, യു എ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഈ നിലപാടിനോട് യോജിച്ചുകൊണ്ട് മറ്റ് അറബ് രാജ്യങ്ങൾ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അഭിപ്രായ ഭിന്നത ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഏകോപനത്തോടു കൂടി ഒരു നിലപാടെടുത്തുകൊണ്ട് ഇസ്രായേലിനെയും അമേരിക്കയും വിമർശിക്കുക, എതിർക്കുക, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക അംഗീകരിച്ചുകൊണ്ട് ഇറാനെ എതിർക്കുക, ഇതൊരു യോജിപ്പിൻ്റെ ഒരു മേഖലയായിട്ട് വേണമെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇറാൻ ആക്രമിച്ചതിൽ ഏറ്റവും കൂടുതൽ പ്രഹരം കിട്ടിയ രാജ്യങ്ങൾ ഒന്ന് യു എ ആണ്. കാര്യം എന്ന് വെച്ചാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ബേസ് ഉള്ളതിൽ ഒന്ന്. മാത്രവുമല്ല, അവരുടെ ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തിലും ബാങ്കിങ് സംവിധാനത്തിലും മറ്റ് പ്രാദേശിക തലത്തിലൊക്കെ വലിയ രീതിയിൽ വൻതോതിൽ ഡെപ്പോസിറ്റുകൾ അമേരിക്കയുടേതുണ്ട്. സംയുക്തമായ രീതിയിലുള്ള ബിസിനസ് പാർട്ട്ണർമാരാണ് യു എയും അമേരിക്കയും തമ്മിൽ. ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക തോത് വൻതോതിൽ യു എ ഇങ്ങോട്ടും അമേരിക്ക അങ്ങോട്ടും ഈ സർവ്വ മേഖലയിലുണ്ട്. അതായത് ഈ ഗൾഫ് മേഖല ഈ അമേരിക്കയിലുണ്ട്. അമേരിക്കയുടെ ബാങ്കിങ് ഡെപ്പോസിറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ യു എ അമേരിക്കൻ ബാങ്ക് ഉണ്ട്, യു എ ബ്രിട്ടൻ ബാങ്ക് ഉണ്ട്, യു എ ഹോളണ്ട് ബാങ്ക് ഉണ്ട്. അങ്ങനെയൊക്കെ ബാങ്കിങ് സംവിധാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വൻതോതിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള വിനിമയ സംവിധാനം നിലനിൽക്കുന്ന അല്ലെങ്കിൽ നടത്തപ്പെടുന്ന രാജ്യങ്ങളാണ് യു എയും അമേരിക്കയും. അറബ് രാജ്യങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഇവരുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് മറ്റൊരു തലത്തിലേക്ക്, യുദ്ധം വേറൊരു തരത്തിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അഥവാ അറേബ്യൻ രാജ്യങ്ങൾ രണ്ട് ഭാഗമായിട്ട് രണ്ട് അഭിപ്രായത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒപ്പക്കുന്നൊക്കെ രാജിവെച്ചത് എന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ യുദ്ധം തമ്മിലൊരു ബന്ധമില്ല. യുദ്ധം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്ക ഇറാൻ ആക്രമിച്ചതോടു കൂടിയാണ് യുദ്ധം ആരംഭിച്ചത്. അപ്പോൾ ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് യു എ എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുവോ അത്ര തന്നെ പ്രയാസം അനുഭവിക്കുന്ന രാജ്യമാണ് ഈ സൗദി അറേബ്യയും. മാത്രമല്ല അവിടെ നിങ്ങോട്ട് വരുന്ന സമയത്ത് ഖത്തറാണ് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത്. അതിനുശേഷം ഇവരൊക്കെ ഉള്ളൂ. ഖത്തറിൻ്റെ ഗ്യാസ് സംവിധാനം തന്നെ അപ്പോൾ നിർമ്മാണ പ്രവൃത്തി പോലും നിർത്തിവെച്ചിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന പ്രയാസ ബുദ്ധിമുട്ടുള്ളൂ അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു രാജ്യം മാത്രമല്ല. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് പകരം ഈ ഇറാനെ കുറച്ചുകൂടി പ്രകോപിപ്പിച്ചുകൊണ്ട് ഈ ഒപെക് സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് കണ്ണും പൂട്ടിയിട്ടുള്ളൊരു ആക്രമണം ഇസ്രായേലിലേക്കും അമേരിക്കയുടെ സൈനിക ബേസിലേക്കും നടത്തുന്ന പോലെ യു എയിലേക്ക് നടത്തുമോ എന്ന് പോലും ഭയപ്പെടേണ്ട സ്ഥിതിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തി യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയല്ലാതെ വേറെ പോംവൈകൾ യാതൊന്നും നിലവിലില്ല. കാര്യം ഇറാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഉണ്ടായിരിക്കുന്ന നഷ്ടം നികത്താനാവാത്തതാണ്. മാരകമാണ്, ഭയാനകരമാണ്, ഭീതിപ്പെടുത്തുന്നതാണ്. ഒരിക്കൽ പോലും ഇറാൻ എന്ന് പറയുന്ന ചരിത്രം ലോകാവസാനം ഉള്ളിടത്തോളം കാലം മറക്കുകയില്ല. കാര്യം അവരുടെ ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഇറാൻ്റെ ഒരു ആത്മീയ നേതാവല്ല, ലോകാടിസ്ഥാനത്തിലുള്ള ഷിയ വിഭാഗത്തിൻ്റെ ആത്മീയ നേതാവാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇതിപ്പോൾ നമ്മൾ മറ്റ് 2-3 വീഡിയോയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷിയ സുന്നി എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിൽ സുന്നികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു നേതൃത്വമില്ല. സുന്നികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു രാജ്യമോ ഒരു സംവിധാനമോ ഇല്ല. അത് ചിതറിക്കിടക്കുന്ന വിഭാഗമാണ്. സുന്നികൾക്ക് ലോകാടിസ്ഥാനത്തിൽ ഒരേ യൂണിഫോം, സ്ത്രീ ഒരു വസ്ത്രം അല്ലെ പുരുഷനൊരു വസ്ത്രം, അങ്ങനത്തെ ഒരു സംവിധാനമില്ല. എല്ലാ വസ്ത്രവും എല്ലാ വേഷവും സുന്നികൾ ധരിക്കും. ലോകത്തിൽ ഓരോരോ രാജ്യത്ത് ജീവിക്കുന്ന പരിതസ്ഥിതിക്കനുസരിച്ചും ആ രാജ്യത്തിലെ സാമൂഹിക ചുറ്റുപാടിനനുസരിച്ചും വസ്ത്രവിധാനത്തിന് മാറ്റം ചെയ്യുന്നവരാണ് സുന്നികൾ. ഷിയാക്കൾ അങ്ങനെയല്ല. ഷിയാക്കൾക്ക് ലോകാടിസ്ഥാനത്തിൽ ഒരു നേതൃത്വ സംവിധാനമുണ്ട്, അത് ഇറാനിലാണ്. രാജ്യമുണ്ട്, അത് ഇറാനാണ്. അവർക്കൊക്കെ വസ്ത്രധാരണയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഈ പർദ്ദ പോലെയുള്ള സംവിധാനമാണ് ബുർഗ എന്ന് പറയാം. 2 വേഷത്തിൽ പാവാടയും ഈ ബ്ലൗസും ഇടുന്ന ആ രീതിയിലുള്ള സംവിധാനമാണ് അവർക്ക് ഉണ്ടാവാറുള്ളത്. പിന്നെ മക്കരി ഉണ്ടാവും. അത് ലോകത്ത് മുഴുവൻ അതേ രീതിയിലാണ്. ഈ വെളുത്ത പുള്ളിയുള്ള
വസ്ത്രമാണ് കൂടുതലും ഷിയാക്കളായിരിക്കുന്ന സ്ത്രീകൾ ധരിക്കുന്നത്. പുരുഷന്മാരാണെങ്കിൽ പൈജാമയും ജുബ്ബി. ലോകത്ത് മുഴുവൻ ഏകദേശം ആ വേഷം തന്നെയാണ് അവർ ധരിക്കുന്നത്. അപ്പോൾ ഒരു ഏകോപന സംവിധാനങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ രീതികളാണ് ഇപ്പോൾ രൂപപ്പെടുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതിന് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്ന സംഭവം തന്നെ വലിയ രീതിയിൽ താഡ് സിസ്റ്റം തിരിച്ച് ചോദിച്ചൊരു സംഭവം. താഡ് സിസ്റ്റം യു എയിലും സൗദി അറേബ്യയിലും ഉണ്ടായത് അമേരിക്ക എടുത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് മാറ്റിയൊരു വിഷയം ഉണ്ടായിരുന്നു. വലിയ വിവാദമായിരുന്ന വിഷയമാണ്. അത് ഈ രണ്ട് രാജ്യങ്ങൾ തിരിച്ച് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഏതായിരുന്നാലും അത് എടുത്തിട്ടുണ്ട് എന്നുള്ളതും അത് ഇസ്രായേൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും കൃത്യമാണ്. ആ സംഭവം നടന്ന് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നത്. പിന്നീട് വലിയ മാരകമായിരിക്കുന്ന യുദ്ധമുണ്ട്. അത് എല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് അമേരിക്ക ചെയ്യുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ അത്തരൊരു പ്രവർത്തനമാണ് എന്നുള്ളത് കൃത്യമാണ്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം, കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് വന്നത്, സംഭവം നടന്നത് കുറച്ച് ദിവസമായി എന്ന് പറയുന്നു. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം യു എയിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ മറ്റൊരു യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കപ്പെടുകയാണോ, അല്ലെങ്കിൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി മുമ്പ് സ്ഥാപിക്കപ്പെട്ടതാണോ എന്നൊക്കെ സംശയം വരുന്ന രീതിയാണ്. അതിൻ്റെ എല്ലാം പുറമെയാണ് ഇപ്പോൾ ഒപ്പക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് സ്ഥാപക രാജ്യം കൂടിയാണ് യു എ എന്ന് പറയുന്നത്. അവരിതിൽ നിന്ന് മാറുന്ന സമയത്ത് അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് മാത്രമല്ല, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പോലും അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു പക്ഷേ ഇതിൻ്റെ അപകട സ്ഥിതികളൊക്കെ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം യു എ സൗദി അറേബ്യ ഉച്ചകോടി വിളിച്ചത്. ഉച്ചകോടി വിദേശകാര്യ മന്ത്രിമാരുടേതോ അല്ലെ ക്യാബിനറ്റിലെ പ്രധാന വ്യക്തികളുടേതോ അല്ല, രാഷ്ട്രഭരണ തലവന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഖത്തർ അമീർ സൗദി അറേബ്യയിൽ നിലവിലെത്തി, ബഹ്റൈൻ്റെ അമീർ എത്തി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ സംഗമിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.